പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ആൾത്താരയിൽ കയറി നിൽക്കുവാനും എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷെറിൻ. ഞാൻ അയർലൻഡിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായി അവിടെ വെച്ചെടുത്തത്. 2021 ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ ആ സമയത്ത് ഞാൻ OET വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മമ്മിയുടെ ഒരു നിയോഗം ഞാൻ OET പാസ്സാവുക എന്നുള്ളതായിരുന്നു. മമ്മി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നൽകിയിരുന്നു. ആ ഉടമ്പടി പ്രാർത്ഥന ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, തിരി കത്തിച്ച് വെച്ച്. എൻ്റെ OET വേണ്ടി എനിക്ക് നല്ലപോലെ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എൻ്റെ മെറിറ്റിലല്ല, കർത്താവിൻ്റെ കൃപയിലാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സായി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാത്രമാണ് ഞാൻ OET പാസ്സായത്. അതുപോലെ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമായിരുന്നു. ഡെയിലി ബ്രെഡ് കൂടും, അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടും, എല്ലാം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ നാമത്തിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും വളരെ നല്ല കോവർക്കേഴ്സിൻ്റെ കൂടെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ അവിടെ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ആ ജോലിസ്ഥലം മാറാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആ ജോലിസ്ഥലം മാറാതെ തന്നെ എനിക്ക് നല്ലൊരു ഭവനം ലഭിക്കണമെന്ന് മാതാവിനോട് ഞാൻ ഓൺലൈൻ ഉടമ്പടി നവംബർ 9, 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിലെൻ്റെ പ്രത്യേകമായിട്ടുള്ള നിയോഗം ഈ ജോലിസ്ഥലം മാറാതെ കൊണ്ട് തന്നെ എനിക്കൊരു ഭവനം നൽകണമെന്നുള്ളതായിരുന്നു. എൻ്റെ ഫലമായിട്ട് മെയ് മാസം 31 എന്നുള്ളൊരു ഡേറ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. മെയ് മാസം 31 മുമ്പ് മാതാവേ അമ്മേ എനിക്ക് നീയുള്ള ഭവനം ഏതാണെന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മെയ് മാസം 25 എനിക്കൊരു മെയിൽ വന്നു. സാധാരണ അവിടെ വീടുകളൊക്കെ ലഭിക്കുന്നത് ഏജൻസി ത്രൂ കോൺടാക്ട് ചെയ്ത് ഏജൻസിയാണ് എല്ലാ ഡീലിങ്സും നടത്തുന്നത്. ഈ മെയിൽ എനിക്ക് വന്നത് ഡയറക്റ്റ് ഒരു ഓണറിൽ നിന്നായിരുന്നു. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഈ വീട് വാങ്ങാൻ നീ ഇപ്പോഴും താല്പര്യപ്പെടുന്നു എന്ന്. ആ വീടിൻ്റെ റേറ്റും പ്രൈസും എല്ലാം നോക്കിയപ്പോൾ ദൂരം എല്ലാം നോക്കിയപ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരെയാണ്, എനിക്കത് വാങ്ങാൻ സാധിക്കില്ല. എങ്കിൽ പോലും മാതാവായിരിക്കണം എന്നെ തോന്നിച്ചു യെസ് പറയാനായിട്ട്. ഞാൻ യെസ് എന്ന് റിപ്ലൈ അയച്ചു. ആ മനുഷ്യൻ എനിക്ക് മെയ് 28 വ്യൂവിങ് തന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി ആ വീട് കണ്ടു. വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദൂരം അത്രയാണെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യില്ല, എങ്കിൽ പോലും ഒന്നും ചിന്തിക്കാതെ കൊണ്ട് തന്നെ ഞങ്ങളൊരു യെസ് പറഞ്ഞു. ആ വീടിൻ്റെ മുന്നിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന കൃപാസനത്തിൽ നിന്ന് ലഭിച്ച ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ ഞങ്ങൾ ആ വീടിന് എഗ്രിമെൻ്റ് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ ഭവനം സ്വന്തമായിട്ട് ലഭിക്കുകയും ചെയ്തു. ഒരുപാട് പ്രോസസ്സുകളെല്ലാം ഉള്ളതാണ്. പക്ഷേ ആ ഓണർ തന്നെയാണ് മാതാവ് മുന്നിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച പോലെ ആ ഓണർ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും പൈസയുടെ കാര്യത്തിലോ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിലോ ലോണിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ തന്നെ ഞങ്ങൾക്ക് ആ വീട് ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. വളരെ മനോഹരമായ ഒരു വീടാണ് അമ്മ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിങ്ങിൽ തീരെ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഭയങ്കര പാടായിരുന്നു. ഞാൻ അവിടെ 2 ടൈം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പോയി. ആ പ്രാവശ്യം ഞാൻ പാസ്സായി. ഇപ്പം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അതല്ലാതെ വളരെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ദിവസേനയുള്ള ജീവിതത്തിൽ എനിക്ക് നൽകുന്നുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികളാണേലും എൻ്റെ ജോലി മേഖലയിലാണേലും എല്ലാം മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ അവിടെ റെഫ്യൂജി ആയിട്ട് വന്നിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഭിക്ഷാടനത്തിനിരിക്കുമായിരുന്നു. ആ മനുഷ്യന് ഞാൻ എന്നും ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു നേഴ്സാണ്. എൻ്റെ മേഖലയിൽ ഞാൻ പൈസ നോക്കാതെ ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ ഞാൻ എല്ലാ രോഗികളെയും ശുശ്രൂഷിക്കുന്നുണ്ട്. സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ എല്ലാ ടോക്കുകളും കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയും ഈ പറഞ്ഞ പോലെ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ഞാൻ എൻ്റെ ബ്രേക്കിൻ്റെ സമയത്ത് അച്ഛൻ്റെ ടോക്കുകൾ കൂടും, ധ്യാനങ്ങൾ കൂടും. അതൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ തന്ന എന്നെയും എൻ്റെ കുടുംബത്തെ ഇതുവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനി മുന്നോട്ട് ഞങ്ങളെ കാക്കുന്നതിനും ഓർത്ത് നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം തിരുവചനം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും,
അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദിജാതനും. ഷെറിൻ കുര്യൻ എന്ന ഈ സഹോദരി എൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത് വലിയ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓൺലൈൻ ഉടമ്പടിയിലൂടെ എപ്പോഴും തൻ്റെ ആ സ്റ്റാറ്റസ് നിലനിർത്തുന്നതിനെക്കുറിച്ചാണ് മകൾ ഇവിടെ ഏറ്റുപറയുന്നത്. കാരണം തൻ്റെ ഏതൊരു സ്ട്രഗിളിലും വിദേശത്തായിരിക്കുന്ന ഈ മകൾക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു വാശി കൂടി ഈ മകൾക്കുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ അത് ഈശോയ്ക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ എളുപ്പമുണ്ട് എന്ന് ഈ പ്രാർത്ഥനാ പദ്ധതി ഷെറിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു വലിയ ജീവിതക്രമത്തിലൂടെയാണ് ഷെറിൻ നടക്കുന്നത്. തൻ്റെ എല്ലാ ബ്രേക്ക് ടൈമിലും തനിക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അവിടെയെല്ലാം ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു വലിയ ജീവിത ചട്ടം, ഒരു വലിയ ജീവിതക്രമം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. തൻ്റെ കഷ്ടതകളിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഈശോ മാത്രമാണെന്ന് പരിശുദ്ധ അമ്മ ഈ മകളെ പഠിപ്പിച്ചതുകൊണ്ടാണ്. അയർലൻഡിലേക്ക് പോകാനായിട്ട് ഈ മകൾക്ക് OET പാസ്സാകാനായിട്ടുള്ള ഒരു വലിയ സങ്കടത്തിലായിരുന്നു. പക്ഷേ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനകളും ഏറ്റുചൊല്ലി ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ആ മകൾക്ക് OET പാസ്സാകാനായിട്ട് സാധിച്ചു എന്ന് മകൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ഇവർക്ക് അവിടെ അയർലൻഡിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു നല്ല അവസരമായതുകൊണ്ട് അവിടെ നിന്ന് മാറാൻ താല്പര്യമില്ല. അവിടെ തന്നെ അടുത്തൊരു വീടും വേണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയെ കമ്മ്യൂണിക്കേഷനിലൂടെ ആശയവിനിമയത്തിലൂടെ എല്ലാം കൈമാറിക്കൊണ്ടിരുന്നപ്പോൾ ഏജൻസി കൂടാതെ തന്നെ ഒരു വീട് ലഭിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം. നമുക്കറിയാവുന്നതുപോലെ വിദേശങ്ങളിലൊരു വീട് സ്വന്തമാക്കണമെങ്കിൽ, സ്വന്തമായി എടുക്കണമെങ്കിൽ ഏജൻസിയുടെ പ്രോസസ്സ്, അവരുടെ പേപ്പർ വർക്കൊക്കെ എല്ലാം വളരെ നീണ്ട പ്രോസസ്സുകളാണ്. അതൊന്നും കൂടാതെ തന്നെ വളരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത സങ്കടങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കണ്ണുനീര് തുടച്ച് നീ എൻ്റെ ആദിജാതനാണ്, നീ എൻ്റെ ഓമനക്കുട്ടനാണ്. എഫ്രായിമിനെ കുറിച്ച് ദൈവം പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ എല്ലാം ദൈവം ചേർത്ത് പിടിക്കുന്ന നമ്മയെല്ലാം അവിടുത്തെ നെഞ്ചോട് ചേർക്കുന്ന വലിയ അനുഭവം നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയുടെ ഒരു ഉറപ്പിലൂടെയാണ്. അതുതന്നെയാണ് ഷെറിൻ അവിടെ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വളരെ പാടായിരുന്നു. വളരെ ട്രാഫിക് റൂൾസ് എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ അല്പം പോലും ബ്രൈബ് കൊടുക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരു വലിയ ട്രയലാണ്, ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ മകൾ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയാണ് ആ വണ്ടി ഓടിച്ചത്, ആ ലൈസൻസ് എടുത്തതെന്ന് മകൾ ഏറ്റുപറയുകയാണ്. നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും നമുക്ക് മനസ്സിലാകേണ്ട ഇതാണ്, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അവിടുന്ന് മുന്തിരിവള്ളിയും നമ്മളതിൻ്റെ ശാഖകളുമാണെന്ന് നാം മനസ്സിലാക്കുന്ന ആ നിമിഷത്തിൽ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉയരത്തിനോ ആഴത്തിനോ കഷ്ടതകൾക്കോ നഗ്നതയ്ക്കോ ഒന്നും തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്ന് പൗലോസ്ലീഹയോടൊപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെയാണ്. നമുക്കെപ്പോഴും അവിടുത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം. ഒന്നു മാത്രമാണ് അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളൂ, ആ വലിയ കൽപ്പന സ്നേഹമെന്നാണ്. സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചേങ്ങലയാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസ്നേഹം നമുക്ക് കൊടുക്കുവാനും ദൈവസ്നേഹം അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ജോസഫച്ചൻ പറയുന്ന പോലെ പെട്ടെന്ന് കത്തിയിരിക്കും. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഷെറിന് ലഭിച്ച കുടുംബത്തിന് ലഭിച്ച ആശ്വാസങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത സങ്കടങ്ങളെയെല്ലാം ഇതുപോലെ നമുക്കൊന്ന് വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തരണേ, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്ക് അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.